ഇടയ്ക്ക് ഒരു വേള രേണുവും കിച്ചുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു. ശ്രുതിയുടെ വിയോഗശേഷം അദ്ദേഹത്തിന്റെ കൊല്ലം കുടുംബത്തോടൊപ്പമായി കിച്ചുവിന്റെ താമസം. ഇപ്പോൾ തന്റേതായ വരുമാനം കണ്ടെത്താനുള്ള ശ്രമത്തിൽ കിച്ചു ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്തു പോരുന്നുണ്ട്. ആരെയും ആശ്രയിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് കിച്ചു രേണുവിനൊപ്പം താമസിക്കാത്തതിലും പലരും വിമർശനം ഉയർത്തിയിരുന്നു. അച്ഛന്റെ വിയോഗശേഷം കിച്ചുവിനെ രേണു നോക്കാതെയായോ എന്നൊരു പ്രധാന ചോദ്യമായിരുന്നു. എന്നിരുന്നാലും മക്കളുടെ കാര്യം പറയുമ്പോൾ കിച്ചു മൂത്ത മകൻ എന്ന് രേണു വിശേഷിപ്പിക്കാറുള്ളൂ. 10 വയസ്സുള്ള കിച്ചുവിന്റെ അമ്മ കൂടിയായി കടന്നു വരുമ്പോൾ ഇനി മറ്റൊരു കുഞ്ഞു വേണ്ട എന്ന് ശ്രുതിയും രേണുവും തീരുമാനിച്ചു വരുന്നത്രേ. മറ്റൊരു കുട്ടി കൂടി വരുന്നത് കിച്ചുവിനെ വിഷമിപ്പിച്ചേക്കുമെന്ന ചിന്തയിൽ നിന്നുമാണ് അവർ അങ്ങനെ ചിന്തിക്കാനൊരുങ്ങിയത്. എന്റെ വീട് അപ്പുവിന്റെയും സിനിമ കണ്ടുകൊണ്ടും മറ്റൊരു കുഞ്ഞു വന്നാൽ കിച്ചുവിന് വിഷമമായി മാറുമെന്ന് രേണു കരുതി. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന സമയത്താണ് കിച്ചു തനിക്കൊരു അനുജനെ വേണമെന്ന ആഗ്രഹം അച്ഛൻ ശ്രുതിയോടും അമ്മ രേണുവിനോടും പങ്കുവെക്കുന്നത്. കിച്ചുവിന്റെ ആ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഋതുലുണ്ടായതെന്ന് രേണു മൂവി വേൾഡ് മീഡിയയുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞു. അമ്മയെന്ന നിലയിൽ കിച്ചുവുമായി ജീവിതം മുഴുവനും താൻ ഉഴിഞ്ഞുവെച്ചു. വാക്കുകൊണ്ടോ പ്രവൃത്തികൊണ്ടോ അവനെ വേദനിപ്പിച്ചിട്ടില്ല. ചില സ്ത്രീകൾ സ്വന്തം മക്കളെ കൊണ്ട് കൊന്നു കുഴിച്ചു മൂടുന്നില്ലേ, കടലിൽ എറിയുന്നില്ലേ. ഞാൻ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ കിച്ചുവിനെ വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെ വേദനിപ്പിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടി പണ്ടേക്ക് പണ്ടേ ഇറങ്ങിപ്പോകുമായിരുന്നില്ലേ എന്നും രേണു ചോദിക്കുന്നു.